മര്യാദക്ക്? ഞാൻ വയലിൻ വായിച്ചപ്പോ പോത്ത് കരയുന്ന പോലെ ഉണ്ടെന്ന്. അത് ഞാനും കേട്ടു. അത് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞ വയസ്സിന് മൂത്ത ചേട്ടനെ കഴുത്ത് കഴിച്ച് കൊല്ലാൻ നോക്കൂ. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കരുത് കേട്ടോ. ഇടിക്കാൻ പറ്റൂ? ഷർട്ട് മാങ്കുഞ്ഞിന് ചേർത്ത് പിടിച്ച ഷർട്ടിന് പകരാമല്ലോ അറിയാം, എന്നാലും ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെവിടുന്ന് 1500 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ. 1500 രൂപ കൊടുത്ത്. പൈസ എവിടെ നിനക്ക്? എവിടുന്നല്ല പൈസ? പൈസ ചേട്ടന്റെ പൈസ എടുത്ത്. മേപ്പട്ടിയിൽ നിന്നും യോഗിയിലേക്കുള്ള ദൂരം അഥവാ പരമാണുവിന്റെ സൂത്രപ്പണികൾ ബൈ യോഗി സുമേഷ്. നാളെ ഇത് റെഫർ ചെയ്തിട്ടായിരിക്കും ആൾക്കാർ ജീവിക്കാൻ പോകുന്നത്. നാളെ എന്ന് പറയുമ്പോ നാളെ അല്ല, സിനിമയിലെ പിള്ളേരെ ആ കൊണിസ്റ്റ് ബുദ്ധി നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് ഇല്ലടാ. നീ ധൈര്യമായിട്ടിരി. പിന്നെ ധൈര്യമായിട്ട് ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് പിള്ളേർക്ക് നിന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വേണമെങ്കിൽ മൂന്നിന്റെ കാര്യം പിടിച്ച് മാപ്പ് പറയാന്ന് പറ. എടാ എന്റെ പൊന്ന് ചെറുക്കാൻ, ഞാൻ അവരടുത്ത് ചോദിച്ചു, അവരെല്ലാം ഗോലി ഉരുട്ടി വിട്ടു എന്നാണ് അവര് പറഞ്ഞത്. അയ്യോ, അപ്പൊ കടയിരുന്ന ഗോലി വണ്ടി പിടിച്ച് എന്റെ റൂമിൽ ഒന്ന് കിടന്നതായിരിക്കും. എന്ത് ക്യൂട്ടല്ലേ? എന്തോ എന്ത് ക്യൂട്ടാ. ആണോ? അല്ല ഞാൻ ചോദിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അയ്യോടേ, ഈ പ്രായത്തിലോ?